ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് സ്വന്തത്തോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ ഒരുപാട് സൃഷ്ടിവർഗങ്ങൾ, അവയിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് മനുഷ്യൻ. വായിക്കാനും എഴുതുവാനുമുള്ള കഴിവ് അല്ലാഹു മനുഷ്യന് നൽകി. അറിവ് നേടാനും ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള ബുദ്ധിയും വിവേകവും പടച്ച തമ്പുരാൻ നമുക്ക് നൽകി. അച്ചടി മെഷീനിൽ നിന്ന് ആരംഭിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വരെ വലിയ കണ്ടുപിടുത്തങ്ങൾ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ആകാശത്തെക്കുറിച്ച് പഠിക്കുന്ന മനുഷ്യൻ, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന മനുഷ്യൻ, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്കിറങ്ങി സമുദ്രത്തിൻ്റെ ആഴികളെക്കുറിച്ച് പഠനം നടത്തുന്ന മനുഷ്യൻ, ഭൂമിയെക്കുറിച്ചും കാലാവസ്ഥകളെക്കുറിച്ചും മനുഷ്യ ശരീരത്തെക്കുറിച്ചും മറ്റു ജീവവർഗങ്ങളെക്കുറിച്ചും അവയുടെ ബയോളജിയും അങ്ങനെ പല പല വിജ്ഞാനങ്ങൾ നേടുന്ന മനുഷ്യൻ. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വിജ്ഞാനങ്ങളെക്കാൾ പ്രാധാന്യമർഹിക്കുന്ന വിജ്ഞാനമുണ്ട്. ആകാശമാകുന്ന പഠനം അത്ഭുതമാണെങ്കിൽ ആകാശത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ കുറിച്ച് പഠിക്കാൻ, ഭൂമിയും ഭൂമിയിലെ പ്രകൃതിയും സമുദ്രവുമെല്ലാം അത്ഭുതമാണെങ്കിൽ അതിനെയെല്ലാം അന്യോന്യമായി സംവിധാനിച്ച പടച്ച തമ്പുരാനെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കാനും, മനുഷ്യ ശരീരത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനവും അത്ഭുതമാണെങ്കിൽ ആ ശരീരത്തെ സംവിധാനിച്ച സൃഷ്ടിച്ച സൃഷ്ടിനാഥനായ റബ്ബിനെ കുറിച്ച് പഠിക്കാൻ. എന്തിനാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത്? എന്തിനാണ് റബ്ബ് നമ്മെ സൃഷ്ടിച്ചത്?
വിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യ നിന്റെ ജീവിതം എന്തിനു വേണ്ടിയാണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅബുദൂൻ, നമ്മെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ദൗത്യം. എത്രയോ ശാസ്ത്രകാരന്മാർ അവരുടെ ലക്ഷ്യമാകുന്ന കണ്ടുപിടുത്തത്തിൽ എത്തുന്നതിന് മുമ്പേ മരണപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ട് പ്രവർത്തിച്ച ആളുകൾ ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുമ്പേ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ അള്ള മനുഷ്യനെ ഏൽപ്പിച്ച ദൗത്യം അത് പൂർത്തീകരിക്കുവാൻ മനുഷ്യന് യാതൊന്നും തടസ്സമല്ല. ഒരാൾ മുസ്ലിമാകാൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം മതി. അത് പ്രഖ്യാപിച്ച് ഒരു വക്ത് നിസ്കരിക്കാതെ സ്വർഗത്തിൽ പോയ മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരാൾ ആ ഹക്ക് മനസ്സിലാക്കി, അള്ളാഹുവിനെ മനസ്സിലാക്കി, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചു. ഒരു വക്ത് അയാൾക്ക് നിസ്കരിക്കാൻ സാധിച്ചില്ല, അതിനു മുമ്പേ കുഴഞ്ഞു വീണ് മരിച്ചാലും അയാൾ ജീവിതത്തെ സ്വാർത്ഥകമായി, അയാൾ ജീവിതത്തെ സാക്ഷാത്കരിച്ചു, ജീവിതത്തിന്റെ ലക്ഷ്യത്തെ അയാൾ പൂർത്തീകരിച്ചു. അതുകൊണ്ടാണ് നേടേണ്ട വിജ്ഞാനങ്ങളിൽ ഏറ്റവും വലിയ വിജ്ഞാനം എന്താണ്? മനുഷ്യ, നിനക്ക് അല്ലാഹു കാത് തന്നു കേൾക്കാൻ, മനുഷ്യ നിനക്ക് കണ്ണ് തന്നു കണ്ട് മനസ്സിലാക്കാൻ, ചിന്തിക്കുവാൻ ഹൃദയം തന്നു. ഈ പഞ്ചേന്ദ്രിയ പരിമിതികളിൽ നിന്നെല്ലാം ഉൾക്കൊണ്ട് വലിയ വലിയ വിജ്ഞാനങ്ങൾ നേടുന്നതിനിടക്ക് നീ നേടേണ്ട വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനം ഏതാണ്? ഏറ്റവും വലിയ അറിവ് ഏതാണ്? വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലൂടെ അല്ലാഹു പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, നീ അറിയണം, നീ അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഏറ്റവും വലിയ അറിവ്. അള്ളാഹുവിനെ അറിയണം, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന അറിവ് നീ അറിയണം. അതാണ് ഏറ്റവും വലിയ അറിവ്. ഏറ്റവും വലിയ അറിവ് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അറിവ്. ഏറ്റവും സിമ്പിളായ അറിവ് ഏതാണ് ലോകത്ത്? ഏത് മനുഷ്യ മനസ്സിനും മനസ്സിലാക്കാൻ സാധിക്കുന്ന സിമ്പിളായ അറിവേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അറിവാണ്. ലോകത്തെ ഏറ്റവും ബൃഹത്തായ അറിവേതാണോ അതേ അറിവാണ് ഏറ്റവും ചെറിയ ഏത് മനുഷ്യ ബുദ്ധിക്കും ഗ്രാഹ്യമായ അറിവ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വലോക മനുഷ്യരെയും വിളിച്ചു. അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നമുക്ക് ഓതിക്കൊടുക്കാം. അതേപോലെ വലിയ ബുദ്ധിജീവികളായി ലോകത്ത് അറിയപ്പെടുന്ന മനുഷ്യന് ഓതിക്കൊടുക്കാം. അതേ ആയത്ത് സ്കൂളിൽ പോയിട്ടില്ലാത്ത, ഒരു ഭൗതിക വിദ്യാഭ്യാസവും നേടിയിട്ടില്ലാത്ത ഒരു സാധു മനുഷ്യന് ബുദ്ധിയും വിവേകവുമുണ്ടോ? അയാൾക്ക് ഓതിക്കൊടുത്താൽ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ആശയം. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. സർവ മനുഷ്യരെയും വിളിച്ചു. എന്നിട്ട് സിമ്പിളായ ഒരറിവ്, ഏറ്റവും വലിയ ഒരറിവ്, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായി മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ട അറിവിലേക്ക് അല്ലാഹു അവരെ ക്ഷണിക്കുകയാണ്. മനുഷ്യന്മാരെ, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബകും, നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കണം. വല്ലദീന മിൻ ഖബ്ലികും, നിന്റെ മുൻഗാമികളുടെയും നിന്റെ രക്ഷിതാവിനെ ആരാധിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ആരാ രക്ഷിതാവ്? അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും, നിന്നെ സൃഷ്ടിച്ചവനാരോ അവനാണ് നിന്റെ രക്ഷിതാവ്. നിന്റെ മുൻഗാമികളെ സൃഷ്ടിച്ചവനാരോ അവനാണ് നിന്റെ രക്ഷിതാവ്. ആ റബ്ബിനെ മാത്രം നീ ആരാധിക്കണം. വൈ, എന്തിന്? ലഅല്ലകും തത്തഖൂൻ, നീ തഖ്വയുള്ള ആളായി തീരാൻ, ധർമ്മനിഷ്ഠയുള്ള ആളായി തീരാൻ, ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നവനായി തീരാൻ ആ റബ്ബിനെ മാത്രം ആരാധിക്കണം. ആ റബ്ബിനെ ആരാധിക്കാൻ മാത്രമേ ന്യായമുള്ളൂ. കാരണം അവൻ നിങ്ങളെ പടച്ചു, നിങ്ങളുടെ മുൻഗാമികളെ പടച്ചു. ഈ ഭൂമിയെ നിങ്ങൾക്ക്
അല്ലദീ ഖലഖ നിങ്ങൾക്ക് ഈ ഭൂമിയെ വിരിപ്പാക്കി തന്നു, വസ്സമാഅ ബിനാ ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി സംവിധാനിച്ചു, ആ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തന്നു, ആ മഴവെള്ളം മുഖേന നിങ്ങൾക്ക് ആവശ്യമായ സസ്യങ്ങളും ഫ്രൂട്ട്സും എല്ലാം മുളപ്പിച്ചു തന്നു. ഇതൊക്കെ ആരാ? ലോകത്തെല്ലാവരും പറയുന്ന മറുപടി പടച്ചോൻ. എങ്കിൽ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ, ആ പടച്ചവന് നിങ്ങൾ സമന്മാരെ സ്ഥാപിക്കരുത്. എത്ര കൃത്യമായ അറിവ്! അതാണ് ലാ ഇലാഹ, ഒരാരാധ്യനും ഇല്ല ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ അല്ല മാത്രം ആരാധനക്കർഹൻ. അത് പഠിപ്പിക്കാനാണ് ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നത്. ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇടയിൽ 10 തലമുറ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി കഴിഞ്ഞുപോയി. പിന്നീട് അവരിൽ ജീവിച്ച മഹാന്മാരായ ചില മനുഷ്യന്മാരുണ്ടായിരുന്നു. വദ്, സുവാ, യഗൂസ്, യഊക്ക്, നസ്ർ, 5 മഹാന്മാരായ ആളുകൾ. അവരെ ബഹുമാനിക്കണ്ടേ? ബഹുമാനിക്കണം. ആദരിക്കണ്ടേ? ആദരിക്കണം. ആ ബഹുമാനവും ആദരവും അതിരുവിട്ടപ്പോൾ അള്ളാഹുവിനെ വിട്ട് വദ്ദിനെ ആരാധിക്കുന്നവരായി അവർ മാറി, സുവാഇനെ ആരാധിക്കുന്നവരായി അവർ മാറി, യഗൂസിനെ ആരാധിക്കുന്നവരായി അവർ മാറി. അവിടെയാണ് നൂഹ് അലൈഹിസ്സലാം അവരിലേക്ക് വന്നത്. എന്നിട്ട് രാവെന്ന പകലെന്ന വ്യത്യാസമില്ലാതെ 950 കൊല്ലം രഹസ്യമായും പരസ്യമായും അള്ളാഹിനെ പരിചയപ്പെടുത്തി ജനങ്ങളെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം പഠിപ്പിച്ചു കൊടുത്തു. ആളുകൾ ഉൾക്കൊള്ളുന്നില്ല, സ്വീകരിക്കുന്നില്ല. റബ്ബിനോട് പറയുന്ന ഒരു വേവലാതിയുണ്ട്. റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലം വനഹാറ, രാവെന്ന പകലെന്ന വ്യത്യാസമില്ലാതെ പടച്ചവനെ നിന്നിലേക്ക് ഞാൻ അവരെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ക്ഷണിച്ചിട്ടെന്താ? അവർ ഓടുകയാണ്, കേൾക്കാൻ താല്പര്യമില്ല. അവിടെ നമുക്കറിയാം പിന്നീട് എന്താ സംഭവിച്ചത്. നൂഹ് അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ചില ആളുകൾ കപ്പലിൽ രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവർ നശിപ്പിക്കപ്പെട്ടു. പിന്നീട് ഹൂദ് നബിയുടെ ആദ് സമുദായം വന്നു, സമൂദ് വന്നു. ഇവിടെ എല്ലാ നബിമാരും പഠിപ്പിച്ചതൊരേ ആദർശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം. അതാണ് അവസാനത്തെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക, നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല, അവർക്ക് ബോധനം നൽകിയിട്ടല്ലാതെ. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവനെ മാത്രം ആരാധിക്കണം. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അമ്പിയാക്കൾക്കിടയിൽ ആശയങ്ങൾ അഥവാ ഫിഖ്ഹിലും കർമ്മത്തിലും ഒക്കെ അവർക്കിടയിൽ വ്യത്യാസമുണ്ട്. എന്നാൽ തൗഹീദിന്റെ വിഷയത്തിൽ അമ്പിയാക്കൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. വദീനുഹും വാഹിദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഫിഖിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, നിസ്കാരത്തിന്റെ രൂപത്തിൽ മാറ്റമുണ്ടാകാം, കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ മാറ്റമുണ്ടാകാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാം എന്താണോ പ്രബോധനം ചെയ്തത് അതേ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയും പ്രബോധനം ചെയ്തത്. ഖിയാമത്ത് നാൾ വരെയും മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടത്. ആ ലാ ഇലാഹ ഇല്ലല്ലയെ സമർത്ഥിക്കുന്ന ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുടനീളം. അഅലമു ആയത്തിൻ ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ആയത്തിൽ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ്? എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആ ആയത്ത് ഓതാൻ പറഞ്ഞു. നമസ്കാര ശേഷം പാരായണം ചെയ്യാൻ പറഞ്ഞു. ഉറങ്ങാൻ കിടക്കുമ്പോൾ പാരായണം ചെയ്യാൻ പറഞ്ഞു. എന്താണ് ആ ആയത്ത്? ആയത്തുൽ കുർസി. അതറിയാത്തവർ നമ്മൾ ആരെങ്കിലും ഉണ്ടോ? എന്താണ് ആയത്തുൽ കുർസിയുടെ ആശയം? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് സമർത്ഥിക്കുകയാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹ് പഠിപ്പിക്കുകയാണ്. അല്ലാഹു ആരാണല്ലാഹ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എന്തുകൊണ്ട് അല്ലാഹനെ മാത്രം ആരാധിക്കണം? അതിനുള്ള ഉത്തരമാണ് ഹൽ ഹയ്യ്, അവൻ ഹയ്യാണ്.
എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, സർവ്വതും നിയന്ത്രിക്കുന്നവനാണ്. ലാ തഖുദുഹു സിനതും വലാ നൗം, അവനെ ഉറക്കം പിടികൂടുകയില്ല, മയക്കം അവനെ ബാധിക്കുകയില്ല. ഇവിടെ ഈ 4 പോയിന്റ് മാത്രം എടുത്തോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തുകൊണ്ട്? ഹുവൽ ഹയ്യ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ പറഞ്ഞതിന്റെ ആശയം എന്താണ്? റബ്ബിനെ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കാം. റബ്ബുമായിട്ട് എപ്പോഴും കണക്ഷൻ മുറിയുന്നൊരു സെക്കൻഡ് പോലും ഇല്ല. റബ്ബ് എപ്പോഴും അവൈലബിൾ ആണ്. അവൻ ഹയ്യാണ്. മരിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് ഇത് പറഞ്ഞാലോ, മരിച്ചിരിക്കുന്ന ഒരാൾ, ഖബറിലുള്ള ആൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. 24 മണിക്കൂറും കാണും, കേൾക്കും, അറിയും, ഒരു കുഴപ്പമില്ല എന്ന് വിശ്വസിച്ചാലോ? അൽ ഖയ്യൂം, സർവ്വതും നിയന്ത്രിക്കുന്നവനാണ്. ആകാശഭൂമികൾ നിയന്ത്രിക്കുന്നത് അവനാണ്. സൗരയൂഥം നിയന്ത്രിക്കുന്നത് അവനാണ്. ഗാലക്സികളും മനുഷ്യ മസ്തിഷ്കത്തിന് സങ്കല്പിക്കാനാവാത്ത ഈ മഹാപ്രപഞ്ചത്തെ ന്യൂനതയില്ലാതെ നിയന്ത്രിക്കുന്നവൻ അവനാണ്. അതുകൊണ്ട് ലാ ഇലാഹ, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല. അവിടെയാണ് ഇന്ന് മുസ്ലിങ്ങൾക്കിടയിലുള്ള ചർച്ച പോലും എത്രമാത്രം സങ്കടകരമാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നിടത്ത് ഇന്ന് മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരികയാണ്. അള്ളാഹുവാണ് സർവ്വതും നിയന്ത്രിക്കുന്നത്, പടച്ചവൻ തന്നെയും CM മടവൂരാണ് എന്ന് പാട്ട് പാടാൻ മടിയില്ലാത്ത വിധം ഈ ഉമ്മത്ത് പിയവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവാണ് പടച്ചവൻ എന്ന് പറയേണ്ട അവസ്ഥ. അള്ളാഹുവാണ് സർവ്വതും നിയന്ത്രിക്കുന്നത്, എല്ലാത്തിൻ്റെയും മുദബ്ബിർ പടച്ച തമ്പുരാനാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ആയത്തുൽ കുർസി എത്ര ചൊല്ലി ഒരു ദിവസം, അതിന്റെ ആശയം പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് സമർത്ഥിക്കാണ് അല്ലേ? സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ പറയുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ളുരിബ മസലുൻ, ഇതാ നിങ്ങൾക്കൊരു ഉപമ വിവരിച്ചു നൽകുകയാണ്. ഫസ്തമിഊ ലഹു, ആ ഉപമ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, ഇവിടെ അല്ലാഹ് പ്രയോഗിച്ച പ്രയോഗം എന്താ? തദ്ഊന, അഥവാ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ളവരെ, അല്ലാഹ്ക്ക് പുറമെയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹുവിന് പുറമെയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. ഈസാ നബിയെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ബദരീങ്ങളെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഔലിയാക്കളെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അമ്പിയാക്കളെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? മലക്കുകളെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ജിന്നുകളെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ അള്ളാന്റെ സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ അറിയുക, അവരൊന്നൊരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. വളരെ നിസ്സാരമായൊരു ജീവിയല്ലേ ഈച്ച. ആ ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. നീ ആളുകളൊക്കെ കൂടി ഒരു ഈച്ച വല്ലതും അവരിൽ നിന്ന് തട്ടിപ്പറിച്ച് പോയാൽ അതുപോലും ഉടമപ്പെടുത്താനുള്ള കഴിവ് ഈ ആളുകൾക്കൊന്നുമില്ല. ചോദിച്ചവനും ചോദിക്കപ്പെട്ടവനും രണ്ടും ഒരുപോലെ ദുർബലൻ തന്നെ. പ്രിയപ്പെട്ടവർ, ഈ ആയത്തിലൂടെ റബ്ബ് എന്താ സമർത്ഥിക്കുന്നത്? ആരാണോ സ്രഷ്ടാവ് അവനെ വിളിച്ച് പ്രാർത്ഥിക്കൂ. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് സമർത്ഥിക്കുന്നത് അതാണ്. എല്ലാ മനുഷ്യരും അംഗീകരിക്കുമല്ലോ, ബഹുഭൂരിപക്ഷവും റുബൂബിയത്ത് അംഗീകരിക്കും. ആരാണ് ആകാശം പടച്ചത്, ഭൂമി പടച്ചത്, മഴ ചൊരിഞ്ഞു തരുന്നത്, രാവും പകലും നിയന്ത്രിക്കുന്നത്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മനുഷ്യനെയും എല്ലാം സൃഷ്ടിച്ചവനാരോ, നിയന്ത്രിക്കുന്നവരാരോ, അവനെ മാത്രം ആരാധിക്കൂ. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമർ വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അല്ലൈലു വന്നഹാർ,
രാവും പകലും, പകല് മാറി രാത്രിയാകുന്നു, രാത്രി മാറി പകലാകുന്നു. അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അത് അല്ലാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തമാണ്. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, അതുകൊണ്ട് നിങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യരുത്, ചന്ദ്രന് സുജൂദ് ചെയ്യരുത്. മറിച്ച് ആർക്ക് സുജൂദ് ചെയ്യണം? ആരാണോ ഇത് സൃഷ്ടിച്ചത്, ആരാണോ അന്യോന്യമായി ഇത് സംവിധാനിച്ചത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, അതാരാണോ സൃഷ്ടിച്ചത്, ആരാണോ സംവിധാനിച്ചത്, ആരാണോ പടച്ചത്, അവനെ നിങ്ങൾ ആരാധിക്കുക. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് എന്താ? റുബൂബിയത്ത് സമർത്ഥിച്ചിട്ട് ഉലൂഹിയത്തിലേക്ക് ക്ഷണിക്കും. എന്നാൽ ഇന്ന് മുസ്ലിം പണ്ഡിതന്മാർ എത്തി നിൽക്കുന്നത് എന്താ? അല്ല പറയുന്നത് എന്താ? റബ്ബ് അല്ലയാണ്, അല്ലയാണ് ഖാലിഖ്, അല്ലയാണ് കയ്യൂം, അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല, സർവ്വതും പടച്ചവൻ അവനാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ല സമർത്ഥിക്കുന്നത് എന്താ? അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കൂ, അതുകൊണ്ട് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യൂ, അതുകൊണ്ട് എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ. ഇവിടെ മുസ്ലിം പണ്ഡിതന്മാർ ഇന്ന് പ്രസംഗിച്ച് നടക്കുന്നത് എന്താ? അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വിശ്വസിച്ചിട്ട്, സ്വയം പര്യാപ്തൻ അല്ല മാത്രാണ് എന്ന് വിശ്വസിച്ചിട്ട്, ബാക്കിയുള്ള പടപ്പുകളൊക്കെ അള്ളാഹിന്റെ സൃഷ്ടിയാണ്, അള്ളാഹു സുബ്ഹാനഹു തആല കഴിവ് കൊടുത്തവരാണ് എന്ന വിശ്വാസത്തോടെ മൊഹീദ്ദീൻ ഷെയ്ഖെ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, ബദരീങ്ങളെ എന്ന് പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല, അവരൊന്നും പടച്ചോനല്ല, പടച്ചോൻ കൊയ്വ് കൊടുത്തവരാണ്. എന്നാ അല്ല എന്താ സമർത്ഥിക്കുന്നത്? ഞാനാണ് പടച്ചത്, ഞാനാണ് സൃഷ്ടിച്ചത്, ഞാനാണ് ഉറക്കവും മയക്കവും ഇല്ലാത്തവൻ, സർവ്വതും എൻ്റെ നിയന്ത്രണത്തിലാണ്, അതുകൊണ്ട് എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കൂ, എന്നെ മാത്രം ആരാധിക്കൂ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യൂ. ആ പടച്ചോൻ പഠിപ്പിച്ചതിന് നേരെ ഘടകവിരുദ്ധമായ ആശയം. അതുകൊണ്ടാണ് മക്ക മുശ്രിക്കുകൾ പോലും അവരുടെ വിശ്വാസം എന്താ? അബൂജഹലിന്റെ വിശ്വാസം എന്താ? അല്ല കൊടുത്ത കഴിവിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാം. ലാത്തക്ക് സ്വന്തമായി കഴിവില്ല, ലാത്തയെ ഉടമപ്പെടുത്തിയവൻ അല്ലയാണ്. ബുവാനക്ക് സ്വന്തമായി കഴിവില്ല, ഹുബലിന് സ്വന്തമായി കഴിവില്ല, അതിനെയൊക്കെയും ഉടമപ്പെടുത്തിയവൻ അല്ലയാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് ഉടമപ്പെടുത്തിയവർ എന്ന നിലക്ക് അതിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, ആരാധിക്കാം എന്ന പിയച്ച വിശ്വാസം ഇന്ന് മുസ്ലിം ഉമ്മത്തും അവിടെയാണ്. അല്ല കഴിവ് കൊടുത്തിട്ടുണ്ട്, മുഅ്ജിസത്തുണ്ട്, കറാമത്തുണ്ട്, അതുകൊണ്ട് മരിച്ചുപോയ മനുഷ്യരെ വിളിച്ച് പ്രാർത്ഥിക്കാം. എന്തിനാണ് ആളുകൾ ഖബറുകളിലേക്ക് പോകുന്നത്? നമ്മുടെ ഇവിടെ മാത്രം ഒന്ന് കണ്ണൂർ ജില്ലയിൽ കറങ്ങിയാൽ ഇവിടെ മാമ്പ, ഇരുവേരി, അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണൂർ, എത്ര മക്ബറകളാണ്. ഓരോ ബസ് സ്റ്റോപ്പ് എന്ന രൂപത്തിൽ ഓരോ 5 കിലോമീറ്ററിന്റെ ഇടയിൽ 10 കിലോമീറ്ററിന്റെ ഇടയിൽ മക്ബറകളുണ്ട്. അവിടെ പോകുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഖബർ സിയാറത്താണോ? അതല്ല, ദുനിയാവിന്റെ ആഗ്രഹങ്ങളും സഫലീകരണങ്ങളും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ വിനയാന്വിതനായി പോകുന്ന മനുഷ്യർ. ആ ബഹുഭൂരിപക്ഷ ആളുകളുടെയും വിശ്വാസം എന്താ? ഒരു മക്ബറന്റെ മുമ്പിൽ പോയി നടക്കുമ്പോൾ, ഇരുവേരി മക്കാമിന്റെ മുന്നിൽ പോയി നിന്നു, അതല്ലെങ്കിൽ മാമ്പ മക്കാമിന്റെ മുമ്പിൽ പോയി നിന്നു, എന്നിട്ട് പടച്ചോനോട് പ്രാർത്ഥിക്കുന്ന പോലെ ആ മനുഷ്യനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരാളുടെ വിശ്വാസം എന്താ? ഈ ഖബറിൽ കിടക്കുന്ന ആള് ഞാൻ വിളിച്ചാൽ കേൾക്കോ ഇല്ലയോ? എന്താ വിശ്വാസം? കേൾക്കും എന്നാണ്. എന്റെ മനസ്സിലുള്ളത് ഇയാൾക്ക് കാണാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമെന്നാണ്. പിന്നെന്തിനാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ കുറിച്ച് ബസീർ, റബ്ബിന്റെ വിശേഷണം എല്ലാം കാണുന്നവൻ, അള്ളാഹുവിനെ കുറിച്ച് സമീ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, ഈ വിശേഷണമൊക്കെ മരിച്ചുപോയ ആൾക്ക് വകവെച്ച് കൊടുക്കുന്ന ഒരവസ്ഥ എത്ര ഖേദമാണ്, എത്ര സങ്കടകരമാണ്. അല്ല നമ്മളെ സൃഷ്ടിച്ച ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അടിസ്ഥാന ആദർശത്തിൽ നിന്നുള്ള വ്യതിചലനം, ഏറ്റവും വലിയ അപകടം അതാണ്. റബ്ബിന് സമന്മാരെ സ്ഥാപിച്ചു, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു. അതാണ് ഏറ്റവും വലിയ പിഴവ്. ഇവിടെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ ആദർശത്തിന്റെ മഹത്വം ഉൾക്കൊള്ളണം. അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം, അറിയണം. കാരണം ഇതൊരു ബോധ്യമാണ്,
ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല ഇല്ലല്ലാ, അല്ല ഒഴികെ. എന്തുകൊണ്ട് അല്ല മാത്രം ആരാധ്യൻ? സർവ്വതും സൃഷ്ടിച്ചത് അവനാണ്, സർവ്വതും കേൾക്കുന്നവൻ അവനാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നത് അറിയുന്നവൻ അവനാണ്, നിങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ളത് എന്താണോ അതറിയുന്നവൻ റബ്ബാണ്. അതുകൊണ്ട് റബ്ബിനെ മാത്രം ആരാധിക്കണം. അവിടെയാണ് കേരളത്തിൽ പല ആളുകളും പുസ്തകത്തിൽ എഴുതി വെച്ചത് സ്വയം പര്യാപ്തൻ അല്ലയാണ് എന്ന വിശ്വാസത്തോടുകൂടി മരിച്ച് മൺമറഞ്ഞു പോയ മഹാത്മാക്കൾ എല്ലാം അല്ലാനെ പോലെ കാണും എന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല. അല്ല കേൾക്കും പോലെ കേൾക്കും എന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല. കാരണം അല്ല സ്വയം പര്യാപ്തനാണ്, ബാക്കിയുള്ളവർക്കൊക്കെ പടച്ചോൻ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി. വമ്പിച്ച പിയവ്. കാരണം ഇതാണ് മക്കാ മുശ്രിക്കുകളുടെയും വിശ്വാസം. കാരണം നമുക്കറിയാം, അള്ളാന്റെ റസൂൽ ജനിച്ചിട്ടല്ലല്ലോ അവർ അള്ളാനെ അറിഞ്ഞത്, ആണോ? അള്ളാന്റെ റസൂലിന്റെ ഉപ്പാന്റെ പേരെന്താ? അബ്ദുള്ള, അള്ളാഹുവിന്റെ അടിമ എന്നാണ്. റസൂല് ജനിക്കുന്നതിന് മുമ്പേ അവർക്ക് അള്ളാനെ അറിയുന്നത് കൊണ്ടാണ് നബിന്റെ വാപ്പാക്ക് അബ്ദുള്ള എന്ന് പേര് വന്നത്. അള്ളാന്റെ റസൂല് ജനിച്ചിട്ടല്ലല്ലോ കഅബ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പേ കഅബയുണ്ട്. അള്ളാനെ പരിചയപ്പെടുത്താൽ അല്ല ഉണ്ട് എന്ന് പഠിപ്പിക്കാനല്ല നബി വന്നത്. അള്ളാനെ അവർക്കൊക്കെ അറിയാം, അള്ളാനെ മാത്രം ആരാധിക്കൂ എന്ന് പഠിപ്പിക്കാനാണ്. കാരണം അള്ളാനെ അറിയുന്നവരാണവർ. അള്ളാനെ അറിയുന്നതോടൊപ്പം അല്ലയല്ലാത്തവർ ആരാധിച്ചു. അതുകൊണ്ടാണ് അവരുടെ തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ഇത് ആര് പറയും? ലബ്ബൈക അല്ലാഹു ലബ്ബൈക ലാ ശരീക ലക എന്ന് ആര് പറയും? മക്കാ മുശ്രിക്കുകൾ തവാഫ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നതാണ്. അപ്പൊ റസൂൽ ആ പരിസരത്തുണ്ടെങ്കിൽ നബി അവരോട് പറയും വൈലക്കും ഖദ് ഖദ്, വൈലക്കും നിങ്ങൾക്ക് നാശം, നിർത്തു നിങ്ങൾ നിർത്തണം, ഇപ്പറഞ്ഞതിൽ നിങ്ങൾ നിർത്തണം. ഇനി നിങ്ങൾ എന്താണോ പറയാൻ പോകുന്നത് അത് പറയരുതേ. അതാണ് പിയവ്. അവർ റസൂലിന്റെ മൈൻഡാക്കില്ല. അവര് ബാക്കി പറയും എന്താ? ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു വമാ മലക്. അല്ലാഹ് നിനക്കൊരു പങ്കാളിയില്ല എന്ന് പറഞ്ഞ നാവ് കൊണ്ട് പിന്നെന്താ പറയുന്നത്? ഒരു പങ്കാളി ഒഴികെ. ആരാണ് ആ പങ്കാളി? നീ ഉടമപ്പെടുത്തിയവൻ, നീ കഴിവ് കൊടുത്തവൻ. ഇതേ വിശ്വാസമാണ് ഇന്ന് കേരളത്തിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബക്കാർ, പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ സഹോദരിമാർ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹം വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും വലിയ അപകടകരമായ വിശ്വാസം. മുസ്ലിമായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും പഠിക്കാനും സൗഭാഗ്യം ലഭിച്ചിട്ടും അതിൻ്റെ ആശയത്തിന് നേരെ ഘടകവിരുദ്ധമായ പ്രവർത്തനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആ റബ്ബിനെ കൃത്യമായി അറിയുവാനും പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ സാക്ഷാത്കാരത്തിനെതിരായി, തൗഹീദിൻ്റെ സാക്ഷാത്കാരത്തിനെതിരായി വല്ലതും എൻ്റെ ജീവിതത്തിൽ വരുമോ എന്ന ഭയപ്പാടും ജാഗ്രതയും നമുക്കുണ്ടാവണം. ഫിഖ്ഹിന്റെ വിഷയത്തിൽ ഒരാൾക്ക് അബദ്ധം പറ്റുന്നു, നിസ്കാരത്തിൽ തുടർച്ചയായി അയാൾ പരമാവധി ശ്രമിക്കുന്നു, എന്നിട്ടും ചില അബദ്ധങ്ങളൊക്കെ പ്രാർത്ഥനകളിൽ വരുന്നു. കാലാകാലം അയാൾ നരകത്തിലാണ് എന്ന് പറയാൻ പറ്റുമോ? മനുഷ്യൻ എന്ന നിലക്ക് എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഒരാൾ കാലാകാലം നരകത്തിലാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി ഒരാൾ ജീവിച്ചാൽ, ശിർക്ക് അയാളിൽ വന്നു പോയാൽ അയാൾ കാലാകാലം നരകത്തിലാണ്. ഒരാശ്വാസം അയാൾക്കില്ല. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അതാണ് നരകം എന്നുള്ളത്. കാരണം ഏറ്റവും സിമ്പിളായ അറിവതാണ്, ഏറ്റവും വലിയ അറിവതാണ്.
അത് മനസ്സിലാക്കാൻ തലച്ചോറും ബുദ്ധിയൊന്നും ഉപയോഗിച്ചിട്ടില്ലേ, അവൻ കാലാകാലം നരകത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ രംഗത്ത് വലിയ സൂക്ഷ്മത നമുക്കുണ്ടാകണം. ശിർക്ക് ജീവിതത്തിൽ വരുന്നതിനെക്കുറിച്ചുള്ള ഭയം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസ്വാർ. അല്ലാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമായി, അവന് സ്ഥിരവാസം നരകമാണ്, നരകത്തിൽ സ്ഥിരവാസമായിരിക്കും. ളാലിമീങ്ങൾക്ക് സഹായികളായിട്ട് ആരുണ്ടാവില്ല. അതുകൊണ്ട് ശിർക്കിനെ പേടിക്കണം. നമ്മളൊക്കെ എത്രത്തോളം പേടിച്ചു? തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾ തൗഹീദൊക്കെ പഠിച്ചു മനസ്സിലാക്കി, ഇനി ജീവിതത്തിൽ ശിർക്ക് വരുമോ എന്നുള്ളൊരു പേടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആരാ? 2 മക്കൾ, 2 പ്രവാചകന്മാരാണ്. ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം. ജീവിതം തൗഹീദിന് വേണ്ടി വിനിയോഗിച്ച മഹാൻ. സ്വന്തം വാപ്പാക്കെതിരെയായിരുന്നു ആദ്യ പ്രബോധന ദൗത്യം നിർവഹിച്ചത്. വാപ്പ കാണാത്ത കേൾക്കാത്ത ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെയല്ല വാപ്പ ആരാധിക്കേണ്ടത്, മറിച്ച് സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്രഷ്ടാവായ പടച്ചവനെ മാത്രമാണ് എന്ന് പഠിപ്പിച്ച് ചെറുപ്രായത്തിൽ ആരംഭിച്ച ദഅവത്ത് പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയം പഠിപ്പിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനും വേണ്ടി ഖിയാമത്ത് നാൾ വരെ അല്ല സ്ഥാനം കൊടുത്ത, അല്ല മഹത്വപ്പെടുത്തിയ പരിശുദ്ധമായ കഅബ പണിത ഇബ്രാഹിം നബി എന്താ റബ്ബിനോട് പ്രാർത്ഥിച്ചത്? വജ്നുബ്നീ വബനിയ അൻ നഅബുദൽ അസ്നാം. വജ്നുബ്നീ, പടച്ചവനെ എന്നെ അകറ്റണേ, വബനിയ, എൻ്റെ സന്താനങ്ങളെയും, ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും, എന്നെയും എൻ്റെ സന്താനങ്ങളെയും നീ അകറ്റണേ. അൻ നഅബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന്. അതിനൊക്കെ എതിർത്തൊരാൾ പിന്നെ പേടിക്കുക, പടച്ചവനെ ആ ശിർക്കൊരിക്കലും വരരുത്, അതിൽ നിന്ന് പടച്ചവനെ കാക്കണേ. അതല്ലേ തവഫനി മുസ്ലിമാ. യാക്കൂബ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കാണ്, മക്കളോട് ചോദിക്കാണ്, മക്കളെ മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങളെ ആരെയാണ് ആരാധിക്കുക? അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ. മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുക്കുന്ന ഉപദേശവും അതാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, ഏറ്റവും വലിയ ളുൽമായ ശിർക്ക് ചെയ്യരുതേ. അതാണ് ഏറ്റവും വലിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഗൗരവം പഠിപ്പിച്ചു. ഒരു ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ ശിർക്ക്, ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ ശിർക്ക് വരും ജീവിതത്തിലേക്ക്. ആ ശിർക്കിനെ ഭയപ്പെടുക. നമ്മൾ ഇന്ന് പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആര് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നുവോ അവൻ ശിർക്ക് ചെയ്യാതിരിക്കട്ടെ. ഫല്യഅമൽ അമലൻ സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, അവൻ അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. ആ ശിർക്കിനെ ഭയപ്പെടണം. നമുക്കൊക്കെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ലോകത്ത് സമൂഹത്തിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ് നമ്മൾ. നാട്ടിൽ മദ്യപാനവും ലഹരിയും പെരുകുമ്പോൾ അതിനെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യം എല്ലാവരും ഉപയോഗപ്പെടുത്താറുണ്ട്. വീടില്ലാത്തൊരു പാവപ്പെട്ടവനൊരു വീടെടുത്തു കൊടുക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. സമൂഹത്തിൽ എന്തെന്ത് തിന്മകളും അതേപോലെ തന്നെ മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളുമുണ്ടോ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നമ്മൾ ആയുസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാം ചിലവഴിക്കാറുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, ലോകമറിയേണ്ട ഏറ്റവും വലിയ വിജ്ഞാനം, നിർബന്ധമായും മനുഷ്യൻ അറിയേണ്ട വിജ്ഞാനം, ഏറ്റവും സിമ്പിളായ ആ വിജ്ഞാനം മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന ദൗത്യം നമുക്കൊക്കെയുണ്ട്. അതാണ് ഏറ്റവും ഉത്തമമായ പ്രവൃത്തി. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന പ്രഖ്യാപനം.
അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഉത്തമമായ വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? റബ്ബിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഏറ്റവും മഹത്തായ ദൗത്യം. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ റബ്ബിനെയാണ്. ആ റബ്ബിനെ കുറിച്ച് ഞാൻ എൻ്റെ അയൽവാസിക്ക് പറഞ്ഞു കൊടുക്കണം, എൻ്റെ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതാണ് ഏറ്റവും മഹത്തായ ആദർശം, അതിൻ്റെ പ്രബോധനം. മുസ്ലിമായി മുഅ്മിനായി എത്രയോ മണിക്കൂറുകൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നും ലാ ഇലാഹ ഇല്ലല്ലയിൽ പിയവാണ് പലർക്കും. ഇന്നും പിയവാണ്. ലാ ഇലാഹ ഇല്ലല്ല പ്രഖ്യാപിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അവർക്ക് നേർച്ച അർപ്പിക്കുന്ന, അവരുടെ മേൽ ഭരമേൽപ്പിക്കുന്ന അവസ്ഥയെല്ലാം ഇന്ന് മുസ്ലിങ്ങളിലുണ്ട്. ഇവിടെയാണ് റബ്ബിലേക്ക് മാത്രം, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് അഭൗതികമായ മാർഗത്തിൽ എല്ലാ പ്രതീക്ഷയും പടച്ചതമ്പുരാനിൽ മാത്രം അർപ്പിക്കുന്ന അവസ്ഥ മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകണം. അത് ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മൗവഞ്ചേരിയിൽ വെച്ച് തസ്ഫിയ ആദർശ സമ്മേളനം നടക്കുകയാണ്. ഈ ഒരു ദൗത്യം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ, ചുറ്റുവട്ടത്തുള്ളവർക്ക് റബ്ബിനെ കുറിച്ച് പഠിപ്പിക്കണം. അള്ളാഹുവിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയ പിഴവ് തിരുത്തി കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലയിൽ അവർക്ക് വന്നിട്ടുള്ള അബദ്ധം അവർക്ക് തിരുത്തി കൊടുക്കണം. ആ ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമായി ഇന്ന് മഗ്‌രിബിന് ശേഷം മൗവഞ്ചേരി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പരിപാടി നടക്കുകയാണ്. നമ്മളെല്ലാവരും പങ്കെടുക്കണം. നമ്മുടെ സഹോദരങ്ങളെ അതിലേക്ക് ക്ഷണിക്കണം. ലാ ഇലാഹ ഇല്ലല്ലയുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള എളിയ ശ്രമം. അതോടൊപ്പം തന്നെ ദീനീ രംഗത്ത് നടക്കുന്ന പരിപാടികളും ക്ലാസ്സുകളും എല്ലാം നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഭിക്കണം. ഇൻഷാ അല്ലാഹ് നാളെ ഗേൾസ് ഗാദറിംഗ് എന്ന പ്രോഗ്രാം 2 മണിക്ക് കണ്ണൂർ വെച്ച് നടക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇന്ന് പുരോഗമനവാദത്തിന്റെയും ലിബറലിസത്തിന്റെയും എല്ലാ വൃത്തികേടുകളും അരുതായ്മകളും പഠിപ്പിക്കപ്പെടുന്ന ക്യാമ്പസുകളിൽ അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും പടച്ചതമ്പുരാൻ മനുഷ്യർക്ക് പകർന്നു കൊടുത്ത അന്യൂന്യമായ ഗൈഡൻസും നമ്മുടെ കുട്ടികളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ നമ്മുടെയൊക്കെ മക്കൾ പങ്കെടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗിയായ പലരും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവേ, നമ്മിലുള്ള രോഗികൾ, അവർക്ക് നീ പരിപൂർണമായ ശിഫയും ക്ഷമയും പ്രദാനം ചെയ്യണമേ. കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹുവേ, ആശ്വാസം പ്രദാനം ചെയ്യണമേ. ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഐക്യം പ്രദാനം ചെയ്യണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അടിയുറച്ച് വിശ്വസിച്ച് മരിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസിനികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وصلى الله على نبينا محمد والحمد لله رب العالمين.